പ്രണയിക്കാൻ പഠിപ്പിച്ചതാരാ? സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പ്രേമമെന്ന് പറയുന്ന സിനിമ കഴിഞ്ഞപ്പോ അത് കണ്ടിട്ട് അതാണ് പ്രണയമെന്ന് കരുതിയ പെങ്ങളോട്, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ താരങ്ങളുടെ പ്രണയം കണ്ടപ്പോ ഇതാണ് ഏറ്റവും വലിയ പ്രണയമെന്ന് കരുതിയ പെങ്ങളോട് നിനക്ക് പഠിക്കാൻ ഞാനൊരു ആത്മാർത്ഥ പ്രണയത്തെ കുറിച്ച് പറഞ്ഞു തരട്ടെ. സ്നേഹമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? പ്രണയമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രണയിക്കാൻ പഠിപ്പിച്ചു തന്നതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചു തരികയാ. പ്രേമിക്കാനും പ്രണയിക്കാനൊക്കെ പഠിക്കണം. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ ആയിഷ ബീബി റളിയല്ലാഹു തആല, നിങ്ങൾ ചരിത്രം നോക്കിക്കേ. നബിതങ്ങളുടെ മുമ്പിൽ ഒരു ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു, ഒരു പാല് കൊണ്ടുവന്ന് കൊടുത്തു. നബിതങ്ങളുടെ കയ്യിലേക്ക് ഭക്ഷണം കൊണ്ടുവന്ന് ഒരു പാല് കൊണ്ടുവന്ന് കൊടുത്തപ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആദ്യം ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു കുടിക്കാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ മണിയറയിൽ ചെയ്യുന്നത് തന്നെ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കണേ. കല്യാണം കഴിഞ്ഞ് മണിയറയ്ക്ക് പോകുമ്പോൾ ഒരു പാല് കുടിക്കുന്ന സമ്പ്രദായം ഉണ്ട്. ആദ്യം ഭർത്താവ് കുടിച്ചിട്ട് ഭാര്യയ്ക്ക് കൊടുക്കും. ഇല്ലേപ്പാ, നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? കുടിക്കാറില്ലേ? അങ്ങനെ സമ്പ്രദായം ഇല്ലേ? ഓഹ്, മലക്കുകളാ, ഒന്നിനും ഓർമ്മയില്ല. നബിതങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോ നബിതങ്ങൾ കുടിച്ചില്ല, ആയിഷാന് കൊടുത്തിട്ട് പറഞ്ഞു കുടിക്കാൻ. ഇങ്ങനായിരിക്കണം ഭർത്താവ്. ആദ്യം ഭാര്യയ്ക്ക് കൊടുക്കണം. നമ്മളാണെങ്കിൽ ആദ്യം നിറച്ചിട്ട് വലുതുണ്ടെങ്കിൽ ഭാര്യയ്ക്ക്. നബിതങ്ങൾ എന്ത് ആയിഷയുടെ കൈ കൊടുത്തു. ആയിഷ ഇതാ കുടിക്കുക. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കുടിച്ചു. എന്നിട്ട് നബിതങ്ങളുടെ കയ്യിൽ കൊടുത്തപ്പോ നബിതങ്ങൾ ഇങ്ങനെ എന്തോ തിരയുന്നുണ്ട്. അപ്പൊ ആയിഷ ബീവി ചോദിച്ച്, എന്താ നബിയെ തിരയുന്നേ? അല്ല ആയിഷ, നിന്റെ ചുണ്ട് എവിടെ വെച്ചാ കുടിച്ചത് എന്ന് ഞാൻ തിരയുകയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവിയുടെ ചുണ്ട് എവിടെ വെച്ചാണ് കുടിച്ചത് എന്ന് നനവ് തിരയുകയാ. അത് കണ്ടപ്പോ തന്റെ ചുണ്ട് തന്റെ ഭാര്യ കുടിച്ച അതേ സ്ഥലത്ത് വെച്ചിട്ട് കുടിച്ചു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഇതാണ് സ്നേഹം, ഇതാണ് സ്നേഹം. ഇതിപ്പം നമ്മൾ സ്ട്രോ ഇട്ടിട്ട് കുടിക്കുന്നു, ഇത്ര വ്യത്യാസമുള്ളൂ. അത് ആത്മാർത്ഥ സ്നേഹം, ഇത് കപട സ്നേഹം. നിന്നെ മാത്രമേ ഞാൻ പ്രണയിക്കത്തുള്ളൂ, നീ അല്ലാതെ വേറൊന്നിന്റെ മുഖത്ത് പോലും നോക്കത്തില്ല. പടച്ചവൻ ഇങ്ങനെ പറയുന്നുണ്ട്, അക്കരെ നോക്കുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിന്നെ അല്ലാതെ ഇന്ന് വരെ ഞാൻ ഒന്നിനല്ലോ പടച്ചവനെ. അതൊക്കെന്തിനാ? കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയിൽ കിതാബ് തുറക്കുന്നൊരു സമയമുണ്ട്. പയ്യൻ പറയും, ഞാൻ +1 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരുത്തിയെ പ്രേമിച്ചു. +1 വന്നപ്പം ഒരുത്തിയുടെ കൂടെ സിനിമയ്ക്ക് പോയിട്ടുണ്ട്, കറങ്ങാൻ പോയിട്ടുണ്ട്. 3-4 എണ്ണത്തിന്റെ ലിസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് പയ്യൻ ചോദിക്കും, നീയോ? അവളങ്ങോട്ട് പറയാൻ തുടങ്ങും. ബസ് സ്റ്റോപ്പിലൊന്ന്, റോഡ് സൈഡിലൊന്ന്, ട്യൂഷൻ സെന്ററിലൊന്ന്. അല്ലാഹു അലം, പടച്ചോൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാ ജീവിതം, അതൊക്കെയല്ല ജീവിതം. ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥ ഒരു സ്നേഹം ഞാൻ പറയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ്. നബി തങ്ങൾക്ക് 25 വയസ്സ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 40 വയസ്സ്. ഈ 40 വയസ്സുള്ള ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ നബി തങ്ങൾ വിവാഹം കഴിച്ചു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രണയിച്ച് കെട്ടിയതുമല്ല, തലയിലായതുമല്ല. മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. തന്നെക്കാളും വയസ്സ് 15 വയസ്സ് കൂടുതൽ ആർക്ക്? ഖദീജാന്. ചിലര് പോയി പെട്ടവരുണ്ട്, അള്ളാഹു കാക്കമാറാകട്ടെ. തലയിലായത് വേറെ, ഇതങ്ങനെയല്ല. പ്രേമിച്ചതുമല്ല. 25 വയസ്സുകാരൻ 40 വയസ്സുള്ള ഖദീജ ബീവിയെ വിവാഹം കഴിച്ചു. ഇവര് രണ്ടുപേരും 25 വർഷമാണ് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചേ. 1 വർഷമല്ല, 25 കൊല്ലം ജീവിച്ചു. അങ്ങനെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 65 വയസ്സായി. 65 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഒന്ന് കൈവക്കിക്കേ. 65 വയസ്സുകാരെങ്കിലും ഉണ്ടോ? പെണ്ണ് കെട്ടിക്കാനൊന്നും അല്ല, 2 പേരുണ്ട്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. 65 വയസ്സുകാരിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കുളിച്ചു ഒരുങ്ങിയിട്ട് വാതിലിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, തന്റെ ഭർത്താവ് വരുന്നതും കാത്ത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 65 വയസ്സുണ്ട് ഖദീജ ബീവിക്ക്. ആ 65 വയസ്സുള്ള ഖദീജ ബീവി നബിതങ്ങളെ വരുന്ന ഭർത്താവ്, പണ്ടത്തെ പെണ്ണുങ്ങൾ അങ്ങനെ ഭർത്താവ് വരുന്നത് വരെ നോക്കി നിൽക്കും, സമാധാനം ഉണ്ടാകത്തില്ല. ഇപ്പൊ അങ്ങനൊന്നുമല്ല. വേണമെങ്കിൽ വല്ലതും തിന്നിട്ട് വന്ന് വിളമ്പി തിന്നോണം, കടന്നോണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.
ഇതന്നെ ഇന്ന് അങ്ങനെ ആയി കാലഘട്ടം. ഞാൻ ഇപ്പൊ ഈ ഓൺലൈനിന്റെ കാലം മൊത്തവും. അതുകൊണ്ട് എനിക്കൊന്നാമത് ഈ ലൈവ് ചെയ്യുന്നതിനോട് യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ. കാരണം കേസുകൾ 10-30 ഉണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വഴുതു പറഞ്ഞതിന്റെ പേര് 10-30 കേസുണ്ട് ഇപ്പം. പഠിച്ചവനെ, പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് പ്രസംഗിച്ചതിന് എനിക്ക് 29 കേസുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും വനിതാ കമ്മീഷനിൽ പോയിട്ടുണ്ടോ? മഹ്ശറയൊക്കെ ഉണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പൊന്നാര സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കേണ്ടത് എവിടെയാടോ? പണ്ടത്തെ പെണ്ണുങ്ങൾ നോക്കി നിൽക്കും, ഇപ്പത്തെ പെണ്ണുങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഈ രാമനാട്ടുകര കോഴിക്കോട് പോകുമ്പോ ഇല്ല ജോലി രാമനാട്ടുകര വഴുതിന് പോയപ്പോ ഒരു ഉപ്പ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ആ പ്രസംഗിക്കണ ഉസ്താദല്ലേ? ഞാൻ പറഞ്ഞു അതേപ്പാ. എൻ്റെ പൊന്നാര ഉസ്താദെ, നിങ്ങളൊരു ഉപകാരം ചെയ്യണം. ആ വാപ്പ എന്നോട് വസീയത്ത് ചെയ്ത ഒരു കാര്യമാണ്. ഈ മനുഷ്യൻ 4 മണിക്ക് എഴുന്നേറ്റിട്ട് പള്ളിയിൽ പോകും സുബഹി നിസ്കരിക്കാൻ. നടന്നാ പോകുന്നത്, കാരണം പ്രതിഫലം കൂടുതലാണല്ലോ നടക്കുന്നതിന്. ഈ പിതാവ് പള്ളിയിൽ പോയി സുബഹിയൊക്കെ നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കും ഉദയം വരെ. ദിക്റും ദുആ എല്ലാം ചെയ്തിട്ട് പാപം വീണ്ടും വീട്ടിലേക്ക് നടന്ന് വീട്ടിൽ വന്ന് കയറിയ ഉടനെ ഭാര്യയോട് ചോദിച്ചു, ഡീ ഇത്തിരി ചായ ഇട്ടതാ, ഞാൻ വഴുത് കേട്ടുകൊണ്ടിരിക്കുക, കുറച്ച് കഴിയട്ടെ എന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഭാര്യ പറഞ്ഞ മറുപടിയാ, ഞാൻ വഴുത് കേട്ടുകൊണ്ടിരിക്കുക, കുറച്ച് കഴിയട്ടെ എന്ന്. ഇതെന്ത് വഴുതാപ്പാ? എൻ്റെ താത്തമാരെ കേൾക്കണേ, ഇതെന്ത് വഴുതാ? പടച്ചവനെ, വഴുത് കേട്ടിട്ട് അവസ്ഥയെന്നറിയോ? പണ്ടൊരു ചരട് ഓതണമെങ്കിൽ എവിടെ പോകണം? ഉസ്താദിൻ്റെ അടുക്ക പോകണം. ഉസ്താദെ ഇത്തിരി വെള്ളം ഓതിത്താ ഉസ്താദല്ലേ. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അയൽവാസി ഓടി വന്നിട്ട് പറയുന്നു, താത്ത ആട് ഭക്ഷണം കഴിക്കുന്നില്ല, ആ ഓതിയ വെള്ളം ഇങ്ങി തരാൻ. ആട് ഭക്ഷണം കഴിക്കുന്നില്ല, ആ ഓതിയ വെള്ളം തരാൻ. ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഇവർ കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ്? അത് മജ്‌ലിസി വഴുത് കേട്ടോണ്ടിരുന്നപ്പോൾ കേട്ട് ഓതി വെച്ച വെള്ളവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഓണാക്കി വെച്ചു, ദിക്റും ദുആയും പറയുന്നുണ്ട്, ഊതി വെച്ചിരിക്കുക. ഉസ്താദിന്റെ പണി പോയി. അള്ളാഹു അഅല. ഞാൻ കളിയാക്കിയതോ പരിഹസിച്ചതോ അല്ല, ഇന്ന് പ്രഹസനമായി മാറിയില്ല. അള്ളാഹു നമ്മളെ ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത് എൻ്റെ വഴുതാണെങ്കിലും കേൾക്കരുത്. നോക്കിക്കേ, ഈ താത്താമാർ ഇപ്പം അക്കരയിൽ ഇരിക്കുന്നുണ്ട്, ഫർദ ധരിച്ച് ഹിജാബ് ധരിച്ച് തലമുടി മറച്ച് അള്ളാനെ ഭയന്ന് മനസ്സമാധാനത്തോടെ ഇരുന്ന് വഴുത് കേൾക്കുന്നു. എന്നാലോ വീട്ടിൽ ചെന്ന അടുക്കളയിൽ ഉസ്താദ് വഴുത് പറയും, തലയിലും തുണിയില്ല, മീനും വെട്ടി നടക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ, മൊബൈലിൽ അങ്ങോട്ട് വഴുത് ഉണാക്കി വെച്ചിട്ടുണ്ട്, ഇതുങ്ങൾ ഇങ്ങനെ നടക്കും. പച്ചക്കറി അരിയുന്നുണ്ട്, ദോശ ഇടുന്നുണ്ട്, കടലക്കറി വെക്കുന്നുണ്ട്, വഴുത് നടക്കുന്നുണ്ട്. അത് വഴുത് കേൾക്കലല്ല, അതതിനെ പരിഹസിക്കല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടെങ്കിലും സമാധാനത്തോടെ ഇരുന്ന് കേൾക്കണം, അതാണ് വഴുത്. അള്ളാഹു നമ്മുടെ വഴുത് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എൻ്റെ വഴുതാണെങ്കിലും കേൾക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. സാധാരണ നിങ്ങളൊക്കെ തന്നെയല്ലേ ഇതെല്ലാം പറയുന്നത്. ഞാൻ വഴുത് പറയുന്നത് നിങ്ങളാരെയും നന്നാക്കാനല്ല. അതിനിപ്പോൾ പത്തനാപുരത്ത് നിന്ന് ഇവിടെ വരെ വരേണ്ട കാര്യമുണ്ടോ? തിരുവനന്തപുരത്ത് കിടക്കണ ഞാൻ 80 കിലോമീറ്റർ ഓടി ഇവിടെ വരേണ്ട കാര്യമുണ്ടോ? എന്നെക്കാലം ഹത്തീവ് പറഞ്ഞാൽ പോലെ, അല്ലെങ്കിൽ തങ്ങന്മാർ ഇത്ര ഉസ്താന്മാർ ഇവിടെ ഇരിക്കുന്നു. ഞാൻ വഴുത് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. സ്നേഹമില്ലാത്ത മനുഷ്യന്മാർ 40 പേരിൽ കൂടുതലുണ്ടോ? ഒരാളുടെ ആമി മതി ഞാൻ രക്ഷപ്പെടാൻ. ഒരാമീൻ പറഞ്ഞ് അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു എൻ്റെ മനസ്സ് വെളുപ്പിച്ച് തരുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടെ കൂടണമെന്ന് തോന്നിയാൽ കൂടെ കൂടിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ അത്രയും മുന്നോട്ട് വെക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെ ആണെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, 65 വയസ്സുകാരി നബിതങ്ങളെ കാത്തു വാതിലിൽ നിൽക്കുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു. ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു ഖദീജ. ഉമ്മമാര് കേൾക്കണം, 1400 കൊല്ലം മുമ്പുള്ളൊരു കഥ പറഞ്ഞുതരാ ഞാൻ. നീ ഇന്നും ചെയ്യുന്നത് എന്താണെന്ന് ചിന്തിക്ക്. അങ്ങനെ നബിതങ്ങൾ വീടിനകത്ത് കയറി വന്നു. ഖദീജ ബീവി ചിരിക്കുന്ന മുഖത്തോടെ തന്റെ ഭർത്താവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചു. കൂടെ പോയിരുന്നു ആയി ഖദീജ ബീവി. അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് പോയിരുന്നു. നബിതങ്ങളുടെ ഭക്ഷണം കഴിക്കുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കുന്നുണ്ട്. ചോദിച്ചു, നബിയെ, എനിക്കൂടെ ഇത്തിരി ഭക്ഷണം വാരിത്തരുവോ? ആ 65 വയസ്സുള്ള ഭാര്യ ചോദിക്ക, എനിക്കൂടെ വാരിത്തരുവോ? വാരിത്ത ഖദീജ, വാരിത്ത. എടോ, പുറക്കാടുള്ള വീടുകളിൽ ഏറ്റവും നല്ല വീട് ഏതെന്നറിയോ? നിങ്ങളുടെ നാട്ടിൽ ഈ ആകാശത്തിന്റെ കീഴിലുള്ള വീടുകളിൽ ഏറ്റവും നല്ല വീട് ഏതെന്നറിയോ? ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും കൂടെ ഒരു പാത്രത്തിൽ കഴിക്കണം. അത് വല്ലാത്തൊരു സ്നേഹമാണോ?
ഇവിടെ ഇന്ന് അതൊക്കെ ഉണ്ടോപ്പാ? ഭാര്യ ഭർത്താവ് തിന്നതിൻ്റെ ബാക്കി വേസ്റ്റ് അല്ലേ, എങ്ങനെ തിന്നാനാ? പണ്ടങ്ങനല്ല. എൻ്റെ വീട്ടിലൊക്കെ ഒരു പാത്രമുണ്ട്. എൻ്റെ വീട്ടിൽ നിർബന്ധമാണ്, ഒരു പാത്രമുണ്ട്. ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കളും ആ ഒറ്റ പാത്രത്തിലേ കഴിക്കൂ. കാരണം അതൊരു ശീലമാണോ? ഇവിടെ നമ്മൾ ചിന്തിക്ക്, ഈ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലുള്ള പ്രത്യേകത എന്താ? മനസ്സുകൾ തമ്മിൽ അടുക്കൂടോ? പണ്ട് കൂടപ്പറപ്പെന്ന് പറഞ്ഞ ജീവന, പണ്ട് കൂടപ്പറപ്പെന്ന് പറഞ്ഞ ജീവന. പടച്ചോനെ, അവൻ എൻ്റെ അനിയനടാ, കയറി തല്ലാൻ പോകും, അത്രയ്ക്കും ബന്ധവാ. ഇന്ന് പറയും മരിച്ചാ പോലും എൻ്റെ വീട്ടിൽ കയറരുതെന്ന്. ആരാ പറയണേ? സ്വന്തം അനിയൻ. ഞാൻ മരിച്ചാ പോലും കയറല്ലേ, അവന് മയ്യത്ത് കാണിക്കരുത്. കൂടോത്രം ചെയ്യുന്ന ആരാ? സ്വന്തം കൂടപ്പറപ്പ്. അള്ളാഹു കാക്കമാറാകട്ടെ. ആമീൻ പറ. എടാ, കൂടപ്പറപ്പാ ചെയ്യുന്നേ. കാരണം എന്തേ? അകന്നുപോയി മനസ്സുകൾ തമ്മിൽ. ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മനസ്സുകൾ, ഭാര്യയ്ക്കൊരിക്കലും ഭർത്താവിനെ വഞ്ചിക്കാൻ പറ്റൂലടോ. എത്ര വലിയ കോടീശ്വരം വന്നാലും, എത്ര വലിയ സൗന്ദര്യമുള്ളവൻ വന്നാലും ഇക്കാനെ വഞ്ചിക്കാൻ ഭാര്യയ്ക്ക് കഴിയില്ല, ഭാര്യയെ വഞ്ചിക്കാൻ ഭർത്താവിന് കഴിയില്ല. കാരണം അവരുടെ മനസ്സുകൾ അത്രയും അടുപ്പമാണ്. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ഖദീജ ബീബി നബിതങ്ങൾക്ക് വാരിക്കൊടുത്തു. നബിതങ്ങൾ ഖദീജ ബീബിക്ക് വാരിക്കൊടുത്തു. 65-ാമത്തെ വയസ്സിൽ ഭക്ഷണം കഴിച്ചു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല ചോദിച്ചു, ഞാൻ ആ മടിയിൽ ഒന്ന് തലവെച്ചിട്ട് കിടക്കട്ടെ? കടക്ക് ഖദീജ. നബിതങ്ങൾ പറയാ കിടക്കാൻ. ഈ വാല് കേൾക്കാൻ വന്നിരിക്കുന്ന ഉപ്പയോട് ചോദിക്കട്ടെ, ഈ 50, 55, 60 വയസ്സുള്ള വാപ്പ ഇപ്പൊ ഇവിടെ കിടക്കണേ? വാപ്പ വേറെ റൂമില്, ഉമ്മ വേറെ റൂമില്, ഭാര്യ വേറെ റൂമില്, ഭർത്താവ് വേറെ റൂമില്. കാരണം എന്തേ? ഈ വയസ്സാം കാലത്ത് കിടന്നിട്ട് എന്ത് കിട്ടാൻ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആമിനാത്ത ഉമ്മമാര് ചിന്തിക്കണം. ഭർത്താക്കന്മാരെ കുറ്റം പറയണ്ട. ചില ഭർത്താക്കന്മാര് വിളിക്കുക, ആമിന വാടി കിടന്നുറങ്ങാ. പിള്ളാരുണ്ടോ? പിള്ളാര്, മക്കള്. എന്റെ പൊന്നാര താത്ത, മക്കളുടെ ഭർത്താവിന്റെ കൂടെ പോയി കിടക്കും, അല്ലെങ്കിൽ ഭാര്യയുടെ, നീ നിന്റെ ഭർത്താവിന്റെ കൂടെ കിട. മരിക്കുന്ന കാലം വരെ ഒരു റൂമിനകത്ത് കിടക്കണം, ഒരു ബെഡിൽ കിടക്കണം. അങ്ങനെ സ്നേഹിക്കണം. അതാ സ്നേഹം. അതാണോ സ്നേഹം? അല്ലാതെ 22-ാമത്തെ വയസ്സിൽ ആലപ്പുഴ കടപ്പുറത്തുകൂടെ കൈപിടിച്ച് കിടന്ന കഥ പറഞ്ഞിട്ട് കാര്യമില്ല. വയസ്സാം കാലത്താടോ താങ്ങും തണലുമാകേണ്ടത്. കൂടെ നിൽക്കേണ്ടത് എപ്പോഴാ? മരിക്കുന്ന ദിവസവും ഭർത്താവിന്റെ റൂമിൽ കിടക്കണം, ഭാര്യയുടെ കൂടെ കിടക്കണം. ആര് പറഞ്ഞാലും മാറരുത്. അതാണോ സ്നേഹബന്ധം? നബിതങ്ങൾ ഖദീജ ബീബി നബിതങ്ങളുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നു. കടക്ക് ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ മുഖത്ത് നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. എന്തേ ഖദീജ നീ എന്നെ ഇങ്ങനെ നോക്കണേ? എന്തേ ഖദീജ ചിരിക്കണേ? എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 65 വയസ്സുള്ള ഖദീജ ബീബി നബിതങ്ങളോട് ചോദിക്കാൻ, നിങ്ങൾക്ക് എന്നാ ഗ്ലാമറാണ്? നമ്മുടെ കെട്ടിയോള് പറയും, ഈ നരച്ച മുടി കൊണ്ടൊന്ന് വടിച്ചു കളയാൻ. നമ്മുടെ ഭാര്യ പറയണ മറുപടിയാ, എന്തൊരു മുടിയൊക്കെ നരച്ചിട്ട് ഇതൊക്കെ ഒന്ന് വടിച്ചു കള മനുഷ്യ, എന്താ ഇതില്ലേ? എന്നാൽ സ്നേഹമുള്ള ഭാര്യ പറയണം, നിങ്ങളുടെ അലങ്കാരവാ താടിയായിക്ക, ആ നരച്ച മുടിയുണ്ടല്ലോ, ഇത്തിരി മൈലാഞ്ചി കിട്ടങ്ങോട്ട് പിടിപ്പിക്കണം. നിങ്ങൾ പ്രായമാകും തോറും നിങ്ങൾക്ക് ഗ്ലാമർ കൂടുന്നു എന്നാ ഭാര്യ പറയണ്ടേ. എടാ, ഇതാണ് സ്നേഹം. അങ്ങനെ നബിതങ്ങളും ഖദീജ ബീവിയും പരസ്പരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ബോറടിക്കണുണ്ടാ? ബോറടിക്കണുണ്ടാ? ഞാൻ കുടുംബജീവിതം പ്രസംഗിക്കാറില്ല. കാരണം പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്ന് അങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ പറയാറില്ല. പിന്നെ തങ്ങന്മാരിയ്ക്കുന്നു, ഉസ്താദന്മാരിയ്ക്കുന്നു എന്നും എല്ലാവരും പൊരുത്തപ്പെട്ടേക്കുന്ന തങ്ങളൊക്കെ, ഞാനൊരു മുത്താലിമ, ഇത്തിരി വയസ്സുണ്ടെങ്കിലും പക്വത ഇത്തിരി കുറവാ. അള്ളാഹു പുറത്ത് തരുമാറാകട്ടെ. ഞാൻ പറയാൻ തുടങ്ങി ഞാൻ കയ്യിൽ വിട്ടു. ഞാൻ അതുകൊണ്ട് ഈ വിഷയം പറയാറില്ല. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ ഖദീജ ബീവി ഒന്ന് മുറുകെ പിടിച്ചു. നബിതങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ? നബിയേ, 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട്. നമ്മൾ രണ്ടുപേരും ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. എന്റെ ഈ 25 വർഷത്തിന്റെ ഇടയിൽ നിങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണം. അള്ളാന്റെ റസൂല് ചോദിച്ചു, എന്തു പറ്റി ഖദീജ നിനക്ക്? എന്തു പറ്റി ഖദീജ നിനക്ക്? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയെ, എൻ്റെ മരണം അടുത്ത് നബിയെ, എന്റെ മരണമെടുത്ത് നബിയെ. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണങ്ങ് നിറയുകയാണ്.
അതുവരെ ചിരിച്ചു കൊണ്ടിരുന്ന റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണങ്ങ് നിറയുകയാ. അല്ലാഹുവിന്റെ റസൂല് ഖദീജ ബീവിയുടെ വായങ്ങ് പൊത്തിപ്പിടിച്ചടോ. എന്നിട്ട് പറയുന്നു, ഖദീജ, എന്നോട് നീ പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, എന്നോട് നീ പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിനോട് നിന്നെ കുറിച്ച് ചോദിച്ചാ ഭർത്താവ് പറയും അവള് നല്ലവളാണ്, നിസ്കരിക്കുന്നവളാണ്, നോമ്പ് പിടിക്കുന്നവളാണ്, മക്കളെ നോക്കുന്നവളാണ്, ഭക്ഷണം വെച്ച് തരുന്നവളാണ്, പടച്ചവനെ അവളൊരു നല്ല ഭാര്യയാണ്, എല്ലാം എനിക്ക് ചെയ്തു തരും ഉസ്താദ്. പക്ഷേ ഒരേ ഒരു കുഴപ്പമേ ഉള്ളൂ, അവളുടെ നാവിന് വല്ലാത്ത നീളമാ ഉസ്താദ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ആരാണ് നബി തങ്ങളോട് പൊരുത്തം ചോദിക്കുന്നതെന്നറിയോ? നീ എന്നാ ചരിത്രമൊന്ന് വായിക്കണേ.